ഇതൊരു പുതിയൊരു ചോദ്യമാണ്. അതായത് പുതിയൊരു രീതിയിലാണ് ഈ ചോദ്യം ഉള്ളത്. നമ്മൾ വ്യത്യസ്തമായൊരു ചോദ്യമാണ് ഇതുള്ളത്. അപ്പം ഇത് ഏതൊരു വർഷം ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ചോദ്യം പറയാൻ കാരണം. നമുക്ക് നോക്കടാ, ടു ഒബ്ജക്റ്റ്. ഓക്കെ, ഞാൻ ജസ്റ്റ് രണ്ട് ഒബ്ജക്റ്റ് അല്ലടാ. അപ്പോൾ ഞാനിതിനെ M1 എന്ന മാസം കൊടുത്തു, ഇതിനെ M2 എന്ന മാസം കൊടുത്തു. ടു ഒബ്ജക്റ്റ്, രണ്ട് ഒബ്ജക്റ്റ് ഹാവിങ് സെർട്ടൈൻ മാസസ്. അപ്പോൾ ഇതിന് M1 മാസം, ഇതിന് M2 മാസം. സെർട്ടൈൻ മീൻസിൻ്റെ വാല്യൂ എന്താണ്? ഒരേപോലെയാണോ? അല്ല, വ്യത്യസ്തമായ മാസം. സെർട്ടൈൻ മാസം M1 M2. ഓക്കെ, മാസം എത്ര തന്നിട്ടില്ല, ആയിക്കോ വേണ്ട. ആൻഡ് ആർ കെപ്റ്റ് അറ്റ് 2 മീറ്റർ. ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് എത്ര മീറ്റർ? 2 മീറ്റർ അപ്പാർട്ടിൽ സെപ്പറേറ്റ് ചെയ്തത്. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പം ക്വസ്റ്റ്യൻ പറയുന്നത്, കോമഡിന് ശേഷം ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഹാപ്പൻസ് ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇഫ് മാസസ് ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് രണ്ട് മാസസും ഒബ്ജക്റ്റിൻ്റെ മാസസും പിന്നെ അതുപോലെ തന്നെ സപ്പറേഷൻ ഈസ് ഡബിൾ. അപ്പം നോക്കി, രണ്ടാമത്തെ ഫിഗർ എങ്ങനെ വരക്കറിയോ? M1 ഇപ്പോൾ എന്താ കാട്ടിയത്? ഇപ്പോൾ പറയുന്ന ക്വസ്റ്റ്യൻ എന്താ അറിയോ? ഇഫ് മാസസ് ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് സപ്പറേഷൻ ബിറ്റ്വീൻ ദം ഈസ് ഡബിൾഡ് മീൻസ് രണ്ടായി. അപ്പം മക്കളെ ഇവിടെ ഇതിനെ എങ്ങനെ അറിയോ? 2M1 ആണ്, കാരണം ഡബിളായി. ഓക്കെ, രണ്ട് ഒബ്ജക്റ്റ് M1 M2 ആണ്. പക്ഷേ അതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? വാട്ട് ഹാപ്പൻസ്. അത് നമുക്ക് കാണണ്ടേ? വാട്ട് ഹാപ്പൻസ് അവിടുന്ന് മുതൽ നമുക്ക് ചെയ്യേണ്ടത് എപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാണാൻ വേണ്ടി എങ്ങനെ നോക്ക്, മാസ് ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് സപ്പറേഷൻ ബിറ്റ്വീൻ ദം ഈസ് ഡബിൾഡ്. ആ സപ്പറേഷൻ, അവർ തമ്മിലുള്ള സപ്പറേഷനും മാസസും എന്താണ്? പരസ്പരം ഡബിൾ ചെയ്തു. അപ്പം ഇവിടെ നോക്കുക, M1 ഇങ്ങനെ 2M1, അപ്പോൾ M2 ആണല്ലോ 2M2. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 2 മീറ്റർ ഇപ്പോൾ എന്തായി മാറും? ഡബിളായി മാറും എന്താണ്? 4 മീറ്ററായി മാറും. അപ്പോൾ നമ്മൾ ആ സമയത്തുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ F ഈസ് ഈക്വൽ ടു G ഇൻറ്റു M1 M2 ബൈ എന്താണ്? D² ആണ്. ഓക്കെ, അപ്പോൾ F ഈസ് ഈക്വൽ ടു ജീൻ്റെ വാല്യൂ, അത് കുഴപ്പമില്ല, അതേ കിട്ടുന്നുണ്ടോ കുഴപ്പമില്ല. ഇവിടെ എന്താണ്? 2 ഇൻറ്റു M1 ഇൻറ്റു 2 ഇൻറ്റു M2 ഡിവൈഡ് ബൈ D² എത്ര? 4ൻ്റെ സ്ക്വയർ എത്ര? 16. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു G ഇൻറ്റു 2 ഇൻറ്റു 2 എത്ര? 4 ഇൻറ്റു M1 M2 ഡിവൈഡ് ബൈ എന്താണ്? 16. ഓക്കെ അല്ലേ? അപ്പോൾ മക്കളെ ഈ 4ഉം 16ഉം കട്ട് ചെയ്തു. 4 1 4, 4 2 8, 4 3 12, 4 4 16 ആണ്. അപ്പോൾ ഇവിടെ 4 എത്ര പ്രാവശ്യം ഉണ്ട്? ഒരു പ്രാവശ്യം. ഇവിടെ എത്ര? 16ൽ 4 എത്ര പ്രാവശ്യം ഉണ്ട്? 4 പ്രാവശ്യമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ F ഈസ് ഈക്വൽ ടു G ഇൻറ്റു M1 M2 ബൈ എത്രടാ? 4 ആണ്. ഓക്കെ ആയോ? ഇതാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്.